ഹായ് ഫ്രണ്ട്സ്. ഇന്നലെയും നമ്മൾ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. മൂവിങ് ആവറേജിൻ്റെ ലെവൽ വന്നിട്ട് ഹിറ്റ് നേരെ താഴെ പോയി. ഇതാണ് മാർക്കറ്റ് നടക്കുന്നത്. സിക്സാഗ് എന്ന് പറയും ബേസിക്കലി. ഇത് ബേസിക്കലി ഓപ്പറേറ്ററാണ് ശരിക്കും ഈ കളി കളിക്കുന്നത്. സ്റ്റോക്കിനെ കോൺട്രാക്ഷനിൽ മേടിച്ചിട്ട് എക്സ്പാൻഷനിൽ വിൽക്കുന്നു. നമ്മൾ സാറിന് റീറ്റെയിൽസ് ചെയ്യുന്നത് എക്സ്പാൻഷന് മേടിച്ചിട്ട് കോൺട്രാക്ഷൻ വിൽക്കുന്ന നഷ്ടത്തിൽ. നേരെ ഉൾട്ടയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓപ്പറേറ്റിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് അറിയാൻ സാധിക്കണം മാർക്കറ്റിൽ നിൽക്കണമെങ്കിൽ. അതാണ് ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യം. രണ്ടാമത്തെ ക്രിട്ടിക്കൽ കാര്യം, ലെഫ്റ്റ് സൈഡിൽ എന്താണ് നടക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും റൈറ്റ് സൈഡിലെ റൈറ്റ് ഫോർമേഷൻ. റൈറ്റ് ഫോർമേഷനിൽ വന്നോന്ന് ചോദിച്ചാൽ വന്നോന്ന് ഒരിക്കലും പറയാൻ സാധിക്കത്തില്ല. സോഫാർ റൈറ്റ് ഫോർമേഷൻ നമുക്ക് വേണ്ട സംഗതി എന്താണ്? നമുക്ക് വേണ്ട കോൺട്രാക്ഷൻ വിത്ത് കൺസോളിഡേഷൻ ആവേണ്ടത്. ഈ കോൺട്രാക്ഷൻ കൺസോളിഡേഷൻ സംഭവിക്കുമ്പോൾ ചില ക്യാൻഡിൽസ് കോൺട്രാക്ഷൻ്റെ അകത്ത് കാണിക്കുന്ന ചില ക്വാളിറ്റി ഓഫ് ക്യാൻഡിൽസ് ഉണ്ട്. ഈ ക്യാൻഡിൽസിൻ്റെ ഡെവലപ്പിന് ശേഷമാണ് നോർമലി ബ്രേക്ക് ഔട്ട് അല്ലെ ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നത്. നമുക്ക് വേണ്ടത് കോൺട്രാക്ഷൻ കൺസോളിഡേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ മാർക്കറ്റ് സ്റ്റഡി ആവത്തുള്ളൂ. ഇന്നലെ രാത്രിയിലും യുഎസ് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. എന്നിട്ടും ഇന്ത്യൻ മാർക്കറ്റിന് അതിനോടൊപ്പം പിടിച്ചിരിക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ ഒരാഴ്ച പറയുന്ന വീക്ക്നെസ് കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമുക്ക് വേണ്ടത് കോൺട്രാക്ഷൻ വേണം, കൺസോളിഡേഷൻ വേണം. എങ്കിൽ മാത്രമേ മാർക്കറ്റിൻ്റെ നെക്സ്റ്റ് ലെഗ് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഫ്രണ്ട്സ്, റിലേറ്റീവ് സ്ട്രെങ്തിനെ കുറിച്ചുള്ള ഞാൻ രണ്ടാമതൊരു ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ക്ലാസ് ഈ വരുന്ന ശനിയാഴ്ച രാത്രിയിൽ 9 മണിക്ക് നമുക്ക് മീറ്റ് ചെയ്യാം. ഈ റിലേറ്റീവ് സ്ട്രെങ്തിനെ കുറിച്ചുള്ള ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും prosif23@gmail.com മെയിൽ അയച്ചാൽ ഞാൻ ഡീറ്റെയിൽ അയച്ചു തരുന്നതായിരിക്കും.